ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ മുറ്റത്ത് നോക്കുമ്പോൾ നല്ല കോട മൂടിയിട്ടുണ്ട് കേട്ടോ. കോട എന്ന് പറഞ്ഞാൽ അത്ര വലിയ കോടയൊന്നും അല്ലെങ്കിലും കാണുമ്പോൾ രസമുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാ കേട്ടോ. അത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. കോടയൊക്കെ നോക്കി നിന്ന് ഫോണിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിയിരുന്ന് റീൽസൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ എണീച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി വരുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ കുട്ടികളെ എണീക്കും, ചായ കൊടുക്കണം. കുട്ടികളെ അച്ഛൻ ജോലിക്ക് പോവും, അപ്പോൾ ചായ കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഫോണിൽ തോണ്ടി എപ്പോഴാണ് ഇവിടുന്ന് എണീക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് എൻ്റെ അമ്മേനെ ആലോചിച്ച് ഞാനിങ്ങനെ എണീറ്റ് പോയിട്ടോ അടുക്കളയ്ക്ക്. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഈ കോടയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ 8 മണിയാവാതെ ഞാൻ അവിടെ എണീക്കാറില്ലല്ലോ. അപ്പോൾ ഇതാ മാനേട്ടൻ രാവിലെ പണിക്ക് പോവാണ് കേട്ടോ. നമ്മളെ സായുട്ടൻ്റെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോണത്. ഞാൻ ഈ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വേഗം തിരിഞ്ഞൊക്കെ ഓടുകയാണ് കേട്ടോ. അച്ഛൻ പോണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മോനെ. പോയി കുറച്ചെത്തി കഴിഞ്ഞിട്ടാട്ടോ മൂപ്പര് ടാറ്റൊക്കെ ഇങ്ങനെ കൊടുക്കുക. എവിടെ അറ്റം പോവുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. വരുന്നില്ല കണ്ട അപ്പോൾ വേഗം ടാറ്റ കൊടുക്കും കേട്ടോ. കണ്ടോ, അപ്പോഴാണ് അച്ഛൻ പോയി എന്ന് പറഞ്ഞ് തിരിച്ചറിയുക. അത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വിളിച്ചു നോക്കും കേട്ടോ, അച്ഛൻ വരുന്നുണ്ടോ. അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞയച്ച് വന്നപ്പോൾ എൻ്റെ ദോശേൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. ഈ ദോശ ഞാൻ തന്നെ തിന്നു കേട്ടോ. പോണ്ടാട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഫോണില്ലാതെ പറഞ്ഞാൽ സമയമാകുമ്പോൾ മാറ്റി നിർത്തി രണ്ടാളും പോകട്ടോ. രാവിലെ പോകാൻ ടൈമിൽ അങ്ങനത്തെ മടിയൊന്നും ഉണ്ടാവില്ല. രാവിലെ പോണില്ലാതാണ് രാവിലെ പറഞ്ഞില്ല. പിന്നെ സന്തോഷമായി ആ നേരം ആകുമ്പോൾ ഒരിക്കലും നിർത്തിയാൽ അങ്ങനെ പോയിക്കോളും. മാറ്റിപ്പോയി. അതല്ല പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ സങ്കടമായി പോണില്ല എന്നിട്ട് ഒരാൾ പോണില്ല പിന്നെ രണ്ടാളും പറയാം. പോണ്ടാന്ന് പറഞ്ഞാൽ മാറ്റി ഒരുക്കി വിട്ടാൽ അപ്പോൾ രണ്ടാളും പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് മാനേട്ട പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ചിക്കനാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി നന്നാക്കി ചിക്കൻ പൊരിക്കുക കേട്ടോ. കറി വെച്ചതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ പൊരിക്കുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിക്കണേ, നാത്തൂൻ്റെ മോൾക്ക് പനിയാണ്, നിങ്ങളൊന്ന് വന്ന് കൂട്ടി കൊണ്ടുപോകുമോ ചോദിച്ചിട്ട്. ചേച്ചി പണിക്ക് പോണതുകൊണ്ട് തന്നെ ചേച്ചി പണിസ്ഥലത്താണ്. അപ്പോൾ ചേച്ചിക്ക് വന്ന് കൂട്ടി കൊണ്ടുപോകാൻ പറ്റൂല, കുറച്ച് ദൂരെയാണ് പണി. അപ്പോൾ ഞാൻ മാനേട്ടനോട് ചോദിച്ചു, നിങ്ങളൊന്ന് പോയി കൊണ്ടുവരുമോന്ന്. അപ്പോൾ മാനേട്ടൻ പറഞ്ഞു, ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണെങ്കിൽ പോയിക്കോ, കുട്ടികളെ കൊണ്ടുവരാൻ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് കുട്ടീനെ സായുട്ടനെ മാനേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ ഓളെ കൊണ്ടുവരാൻ പോയിട്ടോ. സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ ഓൾക്ക് അത്ര വലിയ പനിയൊന്നുമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു രാവിലെ പനി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നേരം കടന്നു, അപ്പം മാറിയതാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഓളെയും കൂട്ടി പോന്നു കേട്ടോ. ഞാൻ ഓളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഓളെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്ക് കുട്ടിയെ സിദ്ധു സഞ്ജു വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓലെ വേഗം പിടിച്ചിട്ട് മേല് കഴിക്കണം, അല്ലെങ്കിൽ ആദ്യം ഓല് വരെ സായുവിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ കുറേ രോഗങ്ങളല്ലേ, ഷിഗല്ല അതുപോലുള്ള രോഗങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ മേല് കഴിയാതെ കുട്ടീനെ എടുക്കരുത് പറയട്ടോ. എന്നാലും ഓല് ഓടി വരൽ കുട്ടീനെ എടുക്കാനാവും. അപ്പോൾ ആദ്യം തന്നെ ഓലെ പിടിച്ച് മേല് കഴിക്കട്ടെ കേട്ടോ. മേല് കൈകളൊക്കെ കഴിഞ്ഞ് ഇതാവാൻ സൈക്കിളും കൊണ്ട് പോയി. ഇനി സൈക്കിൾ 2 റൗണ്ട് ചവിട്ടിയിട്ടൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കുകയുള്ളൂ. 3ാം ക്ലാസ്സിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബായ്.